ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സച്ചിക്ക് വേണ്ടി ആരതി ഇപ്പോൾ ഗോകുലുമായി സംസാരിക്കുന്നു. എന്നാൽ ഗോകുലിന് സച്ചിയുടെ കാര്യം കേൾക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. അയാൾക്ക് ഭ്രാന്താണെന്നും പോയി കൊണ്ടൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ. സച്ചി സാറ് വിചാരിക്കുന്നത് പോലെ ഒരു മോശക്കാരനല്ല, ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ഇത്രയും കാലം ഇങ്ങനെ ജീവിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു വലിയ കാരണമുണ്ടാകില്ലേ? അതുമാത്രം സാറൊന്ന് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ ആരതി പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, തന്നോട് താല്പര്യമുള്ള ഒരു സീനിയർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ആ മനുഷ്യനിൽ നിന്നും അകന്നു നിൽക്കുന്നതായിരിക്കും തനിക്ക് നല്ലത്. അയാൾക്ക് ഭ്രാന്താണെന്നും ഇപ്പോൾ ഗോകുൽ പറയുന്നു. സാർ ഒരു 10 മിനിറ്റ് അയാളോട് സംസാരിച്ചാൽ സാറിന് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. അങ്ങനെ വീട്ടിൽ സച്ചിക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഇപ്പോൾ ആരതി. മതി ആരതി, ഈ വിഷയം സംസാരിക്കാനായിട്ട് താനിനി എന്നെ കാണാൻ വരണമെന്നില്ല എന്ന് പറഞ്ഞിപ്പോൾ കാറിൽ കയറി പോകാൻ തുടങ്ങുകയാണ് ഗോകുൽ. ആരതി വീണ്ടും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും കേൾക്കാതെ വണ്ടിയും എടുത്ത് പോയിരിക്കുകയാണ് ഗോകുൽ. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് സാറ് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. സാറിൻ്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. ഇനി ചിലപ്പോൾ സച്ചിയെ തടഞ്ഞു നിർത്തിയാലും അയാൾ നിന്നെന്ന് വരില്ല, ഇനിയും അയാൾ വരും. സാറിൻ്റെ കയ്യിൽ നിന്നും അർച്ചനയും കുഞ്ഞിനെയും കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോഴും എനിക്ക് സാറിനോട് സഹതാപം മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ആരതി. ശേഷം കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഇപ്പോൾ കമലയും തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ വളരെയധികം സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ സച്ചിയുടെ കാര്യങ്ങൾ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞതുമെല്ലാം ആലോചിച്ച് കരയുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ഈ സമയം ഗോകുൽ അവിടേക്ക് സമൃദ്ധ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. പെട്ടെന്ന് തന്നെ അർച്ചന കണ്ണൊക്കെ തുടച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഗോകുൽ ഇപ്പോൾ അർച്ചനയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താണ് എന്നെക്കുറിച്ച് അഭിപ്രായം? എല്ലാവരും പറയുന്നത് ഞാനൊരു പരിക്കൻ വക്കീലാണെന്നാണ്. എന്തായാലും ഇത്രയും വർഷം എൻ്റെ കൂടെ ജീവിച്ച ആളല്ലേ, എന്നെക്കുറിച്ച് ഒരഭിപ്രായം ഇല്ലാതിരിക്കില്ലല്ലോ എന്നൊക്കെ ഗോകുൽ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഗോകുൽ വളരെ നല്ലൊരു മനുഷ്യനാണ്, വളരെ സ്നേഹമുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള ഒരാളെ കാണാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ അർച്ചന ഗോകുലിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ഗോകുൽ പറയുന്നുണ്ട്, ഇത്രയും നല്ല അഭിപ്രായം ഉണ്ടായിട്ട് താൻ എന്നോടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഈ ഗിഫ്റ്റ് തനിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ അർച്ചനയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. തുറന്നു നോക്കുന്ന അർച്ചനയോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തുറന്നു തരാം. അങ്ങനെ ഇപ്പോൾ ആ ഗിഫ്റ്റ് തുറന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ. അതിനകത്ത് തണുപ്പ് കാലത്ത് പുതയ്ക്കുന്ന ഒരു ഷോളായിരുന്നു. എന്നിട്ട് ആ ഷോൾ എടുത്ത് ഇങ്ങനെ അർച്ചനയെ പുതപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, ഇത് തണുപ്പ് കാലത്ത് പുതയ്ക്കുന്നതല്ലേ, ഇപ്പോൾ ഈ ചൂടത്ത് ഇതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഇതിപ്പോൾ ആവശ്യം വരില്ല, പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ആവശ്യമുണ്ടാകും എന്ന് പറഞ്ഞ് കുറച്ച് കാർഡൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ അർച്ചനയ്ക്ക്. നമ്മൾ പുതിയൊരു ലൈഫ് തുടങ്ങുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു 3 കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് അർച്ചനയുടെ കയ്യിൽ. ഇതിലേത് വേണമെന്ന് താൻ സെലക്ട് ചെയ്യുക. എന്തായാലും ഞാനൊരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട്, തനിക്കിഷ്ടമില്ലെങ്കിൽ നമുക്കത് മാറ്റാം എന്നൊക്കെ ഗോകുൽ പറയുന്നത് കേട്ട് ഗോകുൽ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അർച്ചന പറയുന്നു. എടോ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇപ്പോൾ അർച്ചനയെ കട്ടിലിൽ ഇരുത്തുന്നുണ്ട് ഗോകുൽ. എന്നിട്ട് പറയുന്നു, അടുത്ത വിൻ്റർ സീസണിൽ നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോകുന്നു, നമ്മൾ 2 പേരും മാത്രം. തനിക്കിഷ്ടമുള്ള എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പോകാം. എന്തായാലും ഒരു പാക്കേജ് ഉണ്ട്, അതിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാശ്മീർ. ഒരുപാട് നാളായി ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. നമുക്കൊരു ലൈഫ് തുടങ്ങാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെയില്ല. ഗോകുൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഇപ്പോൾ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ, ഈ ഗോകുൽ എന്തിനുള്ള പുറപ്പാടാണ്? ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഗോകുലിനോട് എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നും ഞാൻ സമൃദ്ധയല്ല അർച്ചനയാണെന്നും എങ്ങനെ പറയും? ഇതിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയാണ് അർച്ചന ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഗോകുൽ അർച്ചനയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വളരെയധികം ടെൻഷനോടെ തന്നെയാണ് ഇപ്പോൾ അർച്ചന ഇരിക്കുന്നത്. ഈശ്വര, ഗോകുലെല്ലാം തീരുമാനിച്ച മട്ടാണല്ലോ. ഗോകുൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, താനിപ്പോൾ എന്തു പറയുന്നു? ഈ ഷോൾ എന്തായാലും ആ യാത്രയിൽ തനിക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ മനസ്സിലായോ ഞാനിത് വാങ്ങിയത് എന്തിനാണെന്ന്? താനും ഇങ്ങനെ ഒരു യാത്ര ആഗ്രഹിച്ചിരുന്നില്ലേ? എന്തോടെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്കൊരു സന്തോഷമില്ലാത്തത് എന്നൊക്കെ ഗോകുൽ ചോദിക്കുന്നത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, പിന്നെ എനിക്ക് സന്തോഷമായി, ഞാൻ എന്തായാലും ഭക്ഷണം എടുത്ത് വയ്ക്കാം, ഗോകുൽ ഒന്ന് ഫ്രഷ് ആകുക എന്ന് പറഞ്ഞ് ആ കയ്യിലിരുന്ന ഷോൾ അവിടെ വെച്ചിട്ട് അർച്ചന ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ഗോകുൽ ഇപ്പോൾ ആ ഷോളൊക്കെ എടുത്ത് വെച്ചിങ്ങനെ നോക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സച്ചിയാണ്. സച്ചിയുടെ കൂടെ ആരതിയുമുണ്ട്. അവരിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നുണ്ട്. ഈ സമയം സച്ചിക്ക് ഒരു കോൾ വിളിക്കുന്ന മറ്റാരുമല്ല, കമലയായിരുന്നു. എന്നാൽ സച്ചി ഫോൺ എടുക്കുന്നില്ല. ഇത് കണ്ട് ആരതി പറയുന്നുണ്ട്, അമ്മയല്ലേ വിളിക്കുന്നത്, എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്നു. ഉടനെ സച്ചി പറയുന്നുണ്ട്,
വിളിക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നുണ പറയാൻ കഴിയില്ല. അവർക്ക് അത് താങ്ങാനും കഴിയില്ല. ഇത് കേട്ട് ആരതി ചോദിക്കുന്നുണ്ട്, എന്ത് നുണ പറയാനെന്നാ സച്ചി പറയുന്നത്? സച്ചി എന്താ എന്നിൽ നിന്ന് മറയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ ഹൗസ് ഓണർ വന്ന് വാടകയ്ക്ക് വേണ്ടി പ്രശ്നമുണ്ടാക്കി, എങ്ങനെയെങ്കിലും വാടക ഒപ്പിക്കാമെന്ന് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പക്ഷേ പലരോടും ചോദിച്ചു, ഒന്നും നടന്നില്ല. സാധാരണ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ബിജുക്കുട്ടനാണ് എന്നെ സഹായിക്കാറുള്ളത്. പക്ഷേ ബിജുക്കുട്ടൻ്റെ കയ്യിലും പൈസയില്ല. ഇത് കേട്ടിട്ടുടനെ ആരതി ചോദിക്കുന്നുണ്ട്, സച്ചിക്ക് ഞാനെന്താ അന്യയാണോ? പലരോട് ചോദിച്ചിട്ടും എന്താ എന്നോട് ചോദിക്കാതിരുന്നത്? ബിജുക്കുട്ടനോടുള്ള അടുപ്പം പോലും എന്താ എന്നോടില്ലേ എന്ന് ആരതി ചോദിക്കുമ്പോൾ, വക്കീലെന്തിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുന്നു. ഉടനെ ആരതി പറയുന്നുണ്ട്, പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? എല്ലാ കാര്യത്തിലും ഞാൻ സച്ചിയുടെ കൂടെ നിൽക്കുന്നതല്ലേ, എന്നിട്ടും ഈ കാര്യം മാത്രം എന്നോട് പറയാതിരുന്നത് എന്താ? സത്യത്തിൽ ഇപ്പോഴാണ് എനിക്ക് സച്ചിയോട് ദേഷ്യം തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ബാഗിൽ നിന്ന് കുറച്ച് പണം എടുക്കുന്നുണ്ട് ആരതി. എന്നിട്ട് അത് സച്ചിക്ക് കൊടുക്കുന്നു. ഇതെന്തായാലും വാടക കൊടുക്കാൻ തികയും. അമ്മയോട് ഞാനാണ് തന്നതെന്ന് പറയണ്ട, ഇതുകൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ആ പണം ഇപ്പോൾ സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഉടനെ സച്ചി പറയുന്നുണ്ട്, വേണ്ട വക്കീലെ, ഞങ്ങൾക്ക് കേസ് നടത്താനുള്ള ഫീസ് പോലും വക്കീലിന് തരാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കൂടെ കാശും കൂടി കടം വാങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആർക്കും ഇനിയും കൂടുതൽ കടക്കാരനാകാൻ വയ്യ എന്നൊക്കെ സച്ചി ഇപ്പോൾ ആരതിയോട് പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ല ദുരഭിമാനം കാണിക്കേണ്ടത്, മനസ്സിലായോ? ഞാൻ ഈ പണം തരുന്നത് വെറുതെയാണെന്ന് കരുതണ്ട. കടമായിട്ട് മതി. കേസ് ജയിച്ച് സ്വത്തൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ ഇതും കൂടെ ചേർത്ത് എൻ്റെ ഫീസിൻ്റെ കൂടെ തിരികെ തന്നാൽ മതി, ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ഇപ്പോൾ നിർബന്ധിച്ച് സച്ചിയുടെ കയ്യിൽ ആ പണം കൊടുക്കുന്നുണ്ട് ആരതി. ഇനിയിപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ആരതി ഇപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് കമലയാണെങ്കിൽ ഇങ്ങനെ സച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സച്ചി എന്നാൽ ഫോൺ എടുക്കുന്നില്ല. ഈ സച്ചി ഇത് എവിടെ പോയി കിടക്കുകയാണ്? രാവിലെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ്. ഒന്നുകിൽ ഇത് നേരെ ഇപ്പോൾ എത്രയായി? ഒന്നുകിൽ നേരത്തെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ ഓട്ടോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയണ്ടേ എന്നൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ് കമല. ഇത് കണ്ടുകൊണ്ട് ഇപ്പോൾ അനഘയും സ്നേഹയും അവിടേക്ക് വരുന്നുണ്ട്. അമ്മ എന്ത് ഇവിടെ നിന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, സ്നേഹ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, നിൻ്റെ ചേട്ടൻ്റെ കാര്യം തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അവൻ എവിടെയെങ്കിലും പോയെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടെ? നേരം എത്രയെന്നാ വിചാരം? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, അവൻ ആ ഫോണെങ്കിലും ഒന്ന് എടുത്തുകൂടെ എന്നൊക്കെ കമല പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എന്തായാലും ചിലപ്പോൾ വല്ല ഓട്ടവും പോയതായിരിക്കും. അമ്മ ഒരു കാര്യം ചെയ്യേ, എന്തായാലും ആരതി ചേച്ചി ഒന്ന് വിളിച്ച് നോക്ക്. ആരോട് പറഞ്ഞില്ലെങ്കിലും ആരതി ചേച്ചിയോട് പറയും സച്ചേട്ടൻ എവിടെയാണ് പോയിരിക്കുന്നതെന്ന്. അങ്ങനെ ഇപ്പോൾ കമല ആരതിയെ വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. ആരതി ഈ സമയം ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. ആരതി കഴിക്കുകയാണ്. എന്നാൽ സച്ചി കഴിക്കുന്നില്ല. ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് സച്ചിയെ, എന്നാൽ സച്ചി കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. സച്ചി ആകെ വിഷമത്തിലാണ്. ഇത്രയും അടുത്തുണ്ടായിട്ടും എൻ്റെ പൊന്നുമോളെ ഒന്ന് സ്നേഹത്തോടെ വിളിച്ച് എനിക്കൊന്ന് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷമം പറഞ്ഞിരിക്കുന്നുണ്ട് സച്ചി. എന്തായാലും ഇപ്പോൾ സച്ചിയുടെ കൺമുന്നിലില്ലേ അവർ? ദൂരെ നിന്നാണെങ്കിലും അവരെ ഒന്ന് കാണാൻ സാധിക്കുന്നില്ലേ? അതിൽ സന്തോഷിക്കുക. താമസിക്കാതെയാണെങ്കിലും സച്ചിയുടെ അരികിൽ തന്നെ അവരെത്തുമെന്നും പറഞ്ഞപ്പോൾ ആരതി സമാധാനിപ്പിക്കുന്നു. ഈ സമയം ആരതിയുടെ ഫോണിലേക്ക് കമല വിളിക്കുന്നുണ്ട്. ഇത് കണ്ട് സച്ചി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് അമ്മയെ തിരികെ വിളിച്ചോളാം എന്ന്. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, സാരമില്ല, എന്തായാലും എൻ്റെ ഫോണിലേക്ക് വിളിച്ചല്ലേ, ഞാനൊന്ന് എടുക്കാം എന്ന് പറഞ്ഞ് ആരതി ഇപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്. സച്ചി മോളുടെ കൂടെയുണ്ടോ എന്ന് കമല ചോദിക്കുമ്പോൾ, ഇല്ല, സച്ചി എൻ്റെ കൂടെ ഇല്ല എന്ന് കള്ളം പറയുന്നുണ്ട് ഇപ്പോൾ ആരതി. അപ്പോൾ മോളിന്ന് സച്ചിയെ കണ്ടതേ ഇല്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ, കണ്ടിരുന്നു, ഞാൻ രാവിലെ സച്ചിയെ കണ്ടിരുന്നു എന്ന് പറയുന്നു. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആരതി ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, മോളെ, അവന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്താണെന്ന് ചോദിച്ചിട്ട് ഞങ്ങളോടൊന്നും തന്നെ പറയുന്നില്ല. രാത്രിയിൽ ഉറക്കമൊന്നുമില്ലാതെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു മനസ്സമാധാനവും കിട്ടുന്നില്ല. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. മോളെ എങ്ങാനും അവൻ വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയണേ എന്ന് പറഞ്ഞ് ഇപ്പോൾ കമല ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം ഇപ്പോൾ ആരതി ഇപ്പോൾ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ സച്ചി എല്ലാവരെയും ഇങ്ങനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഇവിടുന്ന് ഇറങ്ങിയാൽ നേരെ വീട്ടിലേക്ക് തന്നെ പോകണം. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അർച്ചനയുടെ കാര്യം അറിഞ്ഞാൽ വീട്ടിലെല്ലാവരും സങ്കടപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ആരും ഒന്നും അറിയണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് ആരതി സച്ചിയോട്. സച്ചി പറയുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വക്കീൽ കൂടി എൻ്റെ കൂടെ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനെ, അല്ലെങ്കിൽ ഈ ലോകം പറയുന്നത് പോലെ ഞാനൊരു ഭ്രാന്തനായി പോയേനെ എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് ആരതി പറയുന്നുണ്ട്, സച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവസാന നിമിഷം വരെ ഞാൻ സച്ചിയുടെ കൂടെ ഉണ്ടാകും. ഒറ്റയ്ക്കാണെന്നുള്ള വിചാരമൊന്നും വേണ്ട. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ അർച്ചനയും സച്ചിയും കുഞ്ഞുമൊക്കെ ഒരുമിച്ചാകുമല്ലോ എന്നിങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് ആരതി. ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ മാത്രം ഒറ്റയ്ക്കായി പോകും എന്നിങ്ങനെ വിചാരിക്കുന്നു.
ഞാനെങ്കിൽ ഇറങ്ങുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്, ഇനി ഇരുന്നാൽ താമസിക്കുമെന്നൊക്കെ സച്ചി പറയുന്നു. വക്കീലിനെ വീട്ടിലേക്ക് കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, വേണ്ട സച്ചി, എനിക്ക് കുറച്ച് സമയം ഇങ്ങനെയൊന്ന് ഒറ്റയ്ക്കിരിക്കണം എന്ന് ആരതി പറഞ്ഞു. ശരി, എങ്കിൽ കാണാമെന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട്. ആരതി ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് വളരെയധികം സങ്കടത്തോടെ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ ഫോണിലൂടെ ആരോടോ സംസാരിക്കുകയായിരുന്നു. സമൃദ്ധ എന്തായാലും സമ്മതിച്ചു, നമുക്കത് തന്നെ ഫിക്സ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടെ ഇപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്. ദൈവമേ, ഗൂഗിൾ ഇതെല്ലാം ആ ടൂറ് ഫിക്സ് ചെയ്തെന്നാണ് തോന്നുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അർച്ചന. ഈ സമയത്താണ് അവിടെ ടേബിളിൽ സച്ചിയുടെ കേസിൻ്റെയൊക്കെ ആ ഒരു ഫയല് അർച്ചന കാണുന്നത്. അതൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. സച്ചിക്ക് അനുകൂലമായിട്ടാണല്ലോ ഇപ്പോൾ ഇതെല്ലാം ഗൂഗിൾ റിപ്പോർട്ടെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചന. ഈ സമയം ഗൂഗിൾ ഇപ്പോൾ ഫോൺ വിളിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അർച്ചന അതെടുത്ത് വെച്ച് നോക്കുന്നതാണ് കാണുന്നത്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, സോറി, ഞാനൊരു അറിയാതെ ഒരു കൗതുകത്തിന് എടുത്ത് നോക്കിയതാണെന്ന് പറയുമ്പോൾ ഗൂഗിൾ പറയുന്നു, സച്ചിയുടെ കേസിൽ അടുത്ത ദിവസം ഞാൻ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടാണിത് എന്ന് ഗൂഗിൾ പറയുമ്പോൾ, എന്തൊക്കെയാണ് ഇതിൽ, എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നുണ്ട്. ഉടനെ ഇപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, ഈ കമ്മീഷൻ റിപ്പോർട്ട് ദേവൻ തമ്പുരാനോട് പോലും പറയരുതെന്നാണ്. പക്ഷേ ഭാര്യയോട് പറയാത്ത ഏത് വക്കീലാണുള്ളത്? അതുകൊണ്ട് ഭാര്യയോട് പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഈ കേസിൽ ന്യായം സച്ചിയുടെ പക്ഷത്ത് തന്നെയാണ്. താൻ ബെസ്റ്റ് ഫ്രണ്ടായി കരുതിയിരിക്കുന്ന അവന്തിക, അവർ നമ്മൾ വിചാരിച്ചതുപോലെ അവരത്ര നല്ല പുള്ളിയൊന്നുമല്ല. അവരാണ് നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ എന്ന ആളെ കബളിപ്പിച്ച് സ്വന്തം പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി മാറ്റിയത്. പിന്നെ ഈ സച്ചിയുടെ ഭാര്യയും കൂടെ ചേർന്ന് അവരുടെ ഡ്രൈവറിൻ്റെ ഒരു കുഞ്ഞിനെ ദത്തെടുത്തിരുന്നു എന്നിങ്ങനെ ഗൂഗിൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അർച്ചന ഇങ്ങനെ, ഈശ്വര, എൻ്റെ ഇന്ദുട്ടി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചന. എന്നിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. മൈനറായ ആ കുഞ്ഞിൻ്റെ പേരിൽ സേതുമാധവൻ എഴുതി വെച്ച ഒരു വിൽപത്രമുണ്ട്. ഈ കേസിൽ വളരെയധികം നിർണായകമായത് ആ ഒരു വിൽപത്രമാണ്. അവന്തിക ഇനി ആ സ്വത്തുക്കളെല്ലാം അവർക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. സച്ചി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും അയാൾ ഒരു പാവമാണ്. ആ സ്വത്തുക്കളെല്ലാം തന്നെ സച്ചിക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ് എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സ്വത്തുക്കൾ മാത്രമല്ല എന്നെയും സച്ചിയേട്ടന് തിരിച്ചു കിട്ടാൻ പോവുകയാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ കേസ് തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകും അവന്തിക. കേസൊക്കെ കഴിഞ്ഞ് സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് ഞാൻ എഴുതിയിരിക്കുന്ന ഈ കമ്മീഷൻ റിപ്പോർട്ടായിരിക്കും എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ, എവിടെയായാലും സത്യം മാത്രം ജയിക്കട്ടെ, എന്നാൽ പിന്നെ ഞാൻ മോളുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ അർച്ചന ഇപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.